ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ എനിക്കും കാക്കുനും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തിട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയുകയും വേണം കേട്ടോ. ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു 3 മണി ഒക്കെ ആയ ടൈമിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് മാർക്കറ്റ് സിറ്റിയിലേക്കാണ് കേട്ടോ. മാർക്കറ്റ് സിറ്റിയിലേക്കാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊന്നും ഇല്ലാതെയായിട്ട് ഞങ്ങൾ പോകണം. 3 ആളെയും ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോണത്. ആദ്യമായിട്ടാണ് കുട്ടികളൊന്നും ഇല്ലാതെ ഞങ്ങളിങ്ങനെ തനിച്ച് പോണത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം സെലക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കുട്ടികളായിട്ടൊക്കെ. അവർ അതിനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ കുട്ടികളൊന്നുമില്ലാതെ പോണത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ മാർക്കറ്റ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിഫ്റ്റിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് പോയത് വുഡ്ലാൻഡിൻ്റെ ഷോറൂമിലാണ്. കാക്കു വുഡ്ലാൻഡിൻ്റെ ചെരുപ്പാണ് കേട്ടോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വുഡ്ലാൻഡിൻ്റെ ഷോറൂമിലാണ് ഫസ്റ്റ് പോയത്. സ്ഥിരമായിട്ട് ഇവിടുന്ന് തന്നെയാണ് ഞങ്ങൾ എടുക്കൽ. അപ്പോൾ ചെരുപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഷോറൂമിൽ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ ഫുൾ കളക്ഷൻ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ജെൻസിന് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. ലേഡീസിന് മിനിമം കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഓഫറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഓഫറില്ലാത്ത സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കാക്കു ചെരുപ്പ് സെലക്ട് ചെയ്തും കൊണ്ട് ഇരിക്കുകയാണ്. 3-4 ചെരുപ്പൊക്കെ അതേപോലെ ഒന്ന് വെയർ ചെയ്ത് നോക്കുന്നുണ്ട്, ഇടാൻ കംഫർട്ടാണോ എന്നൊക്കെ. ചിലത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ ഇടുമ്പോൾ നല്ല ഹാർഡായിരിക്കും. അപ്പോൾ ഒരുപാട് നേരം ഇട്ട് നടക്കാനോ വണ്ടിയിൽ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കാരം. അപ്പോൾ ഇട്ട് നോക്കിയിട്ട് നല്ലത് ഏതാന്ന് നോക്കിയിട്ട് അങ്ങനെ എടുക്കും. പിന്നെ നമ്മൾ എൻ്റെയൊക്കെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ഇട്ട് നോക്കും, എന്നിട്ട് അതിൽ നിന്ന് ഉള്ളു സെലക്ട് ചെയ്യുള്ളൂ. പക്ഷെ കാക്കു അങ്ങനെയല്ല കേട്ടോ. അതായത് 2-3 നോക്കും, അതിൽ നിന്നൊന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്യും. ഇനി ഡ്രസ്സായാലും എന്ത് സാധനമാണെങ്കിലും ഒരുപാട് അങ്ങനെ തിരയണ ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ കണ്ടതിൽ ഒന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് ബില്ലൊക്കെ അടിച്ച് ചെരുപ്പൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. വുഡ്ലാൻഡിൻ്റെ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ മാക്സിലും ഈ പറഞ്ഞ പോലെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. മാക്സിൽ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഒന്ന് വെറുതെ കയറി നോക്കി എന്നല്ല, അവിടെ നിന്നൊന്നും എടുത്തോന്നുണ്ടായില്ല. മാക്സിൽ കാര്യമായിട്ട് അങ്ങനെ പുതുതായിട്ട് വന്നതായിട്ടൊന്നും തോന്നിയില്ല. അവിടെ ഓഫർ കുറവായിരുന്നു കേട്ടോ മാക്സിൽ. പിന്നെ ഞങ്ങൾ ഇതേപോലെ അവിടെ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് താഴെ മേലേക്കൊന്ന് നോക്കി. ഇത് ശരിക്കും വരുന്നത് 5 ഫ്ലോറിലാണ് കേട്ടോ ശരിക്കും മാർക്കറ്റ് സിറ്റി ഉള്ളത്. അതിൽ 4 ഫ്ലോർ വരെ ഷോപ്പുകളുണ്ട്. 5-ാമത്തെ ഫ്ലോർ അവിടെ ഓപ്പൺ ആയിട്ടില്ല. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റൈഡിങ് കാറും ബൈക്കൊക്കെ ഉണ്ട്. 100 രൂപയെന്ന് തോന്നുന്നു അതിൻ്റെ ഫീസ്. 100 രൂപക്ക് 3-4 റൗണ്ടൊക്കെയും തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടായപ്പോൾ ചോദിച്ചപ്പോൾ അതിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു, അത് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുട്ടികൾ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിക്കാണ് മെട്രോയുടെ ഷോറൂമാണ് കേട്ടോ അത്. മെട്രോയിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു, അടിപൊളി ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കളേഴ്സിലുള്ള അടിപൊളി ബാഗുകളുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെയാണ് ഫിഷിംഗ് സ്പാ ആണ് കേട്ടോ അത്. ഇതും അവിടെയും ഓരോരുത്തരും ഇങ്ങനെ ഇരുന്ന് സ്പാ ചെയ്യണുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴേക്ക് എത്തിട്ടോ. താഴെയാണ് സുഡിയോ ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് സുഡിയോ ഉള്ളത്. അപ്പോൾ സുഡിയോയിലും ഒന്ന് കയറി നോക്കി.
സുഡിയോയിൽ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഡ്രസ്സിന് ഓഫർ, അതേപോലെ കോസ്മെറ്റിക്സിനൊക്കെ ഓഫറുകൾ ഉണ്ടായിരുന്നു. സുഡിയോയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കളക്ഷൻസും ഉണ്ടായിരുന്നു, തിരക്കും ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ചുമ്മാ അതേപോലെ എല്ലായിടത്തും ഒന്ന് കയറി നോക്കി. ഡ്രസ്സൊന്നും സുഡിയോന്ന് എടുത്തിട്ടില്ല കേട്ടോ. 1-2 സാധനങ്ങളൊക്കെ സുഡിയോന്ന് ചുമ്മാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓഫറിൽ കിടക്കുന്ന സാധനങ്ങളാണ്. ഓഫർ ഉണ്ടാകുമ്പോൾ അതേപോലെ 14 രൂപ 29 രൂപ 19 രൂപ 49 രൂപ എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് വെച്ചിട്ടുണ്ട്. അതേമാതിരി കോസ്മെറ്റിക്സിന് ഫുള്ള് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിലും അതിൽ ട്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന പാക്കൊക്കെ ഫുൾ കാലിയാക്കിയിട്ടാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പെർഫ്യൂമിൻ്റെ ട്രയലിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ കാലിയായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം ഒന്ന് നോക്കിയിട്ട് പോന്നു. കാര്യമായിട്ടൊന്നും ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ ലിപ് ടിൻറ്റിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. ടിൻറ്റുകളാണ് ഇതൊക്കെ, ലിപ്സ്റ്റിക്കുകളാണ്. പിന്നെ നെയിൽ പോളിഷ്, ഇതൊന്നുമല്ല. ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് വലിയൊരു സെക്ഷനായിട്ട് ഒരുപാട് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇതാക്കണം, ഒരുപാട് ഷെയ്ഡുകളുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രയൽ ചെയ്യാൻ വെച്ചതിലൊന്നിലും എന്താ പറയുക, സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒക്കെ ട്രയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നെയിൽ പോളിഷിൻ്റെയും ലിപ്സ്റ്റിക്കിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ ലോങ് ലാസ്റ്റിംഗ് അല്ല എന്ന് ഓരോ വീഡിയോയിൽ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഒരു അടിയിൽ കോസ്മെറ്റിക്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ. ഇതിൽ ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെയും, ഷുഗറിൻ്റെതും, ഫേസസ് കാനഡ, ലാക്മെ, അതേപോലെ സെറ്റാഫിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മറ്റെന്താ പറയുക ബ്രാൻഡിൻ്റെ ഐറ്റംസുകളുണ്ടായിരുന്നു. ഒറിജിനൽ പീസുകളാണ് കേട്ടോ എല്ലാം. അവിടുന്ന് 2-3-4 സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ പോരാൻ വേണ്ടി നോക്കുന്ന ടൈമിൽ ലിഫ്റ്റിൽ ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് പേര് കാത്തുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്രയും നേരം നിൽക്കണേന്ന് സ്റ്റെയർ ഇറങ്ങി വന്ന് വണ്ടി എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അത്യാവശ്യം മഴ ഇങ്ങനെ തുടങ്ങുകയാണ് ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത്. ബൈപ്പാസിലൊക്കെ എത്തിയ സമയത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് നാട്ടിൽ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ച് രാത്രി വീട്ടിലെത്തിയിട്ടാണ് നാട്ടിൽ മഴ പെയ്തിരിക്കുന്നത്. ഈ സമയത്തൊന്നും നാട്ടിലില്ല. പക്ഷേ പെരിന്തൽമണ്ണ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട് ഈ ഒരു 4 മണി 5 മണി സമയത്തൊക്കെ. പിന്നെ ഇനി ഞങ്ങൾ തിരിച്ചങ്ങനെ പോവാണ്. അപ്പോൾ ഇതാ ബൈപ്പാസിലെത്തിയിട്ടുണ്ടോ. ബൈപ്പാസിലെത്തിയ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് മാക്സിലാണ് കേട്ടോ. മാക്സ് ഫുഡ് വെയറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മാക്സ് തുടങ്ങിയ മുതൽ സ്ഥിരമായിട്ട് ഇവിടുന്ന് തന്നെയാണ് ചെരുപ്പ് എടുക്കൽ. അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ലേഡീസിനും കുട്ടികൾക്കാണെങ്കിലും ജെൻസിനാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ഏത് ടൈമിലും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ ഗോയിങ്ങിൻ്റെ സമയമായതുകൊണ്ട് നല്ല തിരക്കാണ്. ഒരുപാട് കുട്ടികൾ സ്കൂൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ലേഡീസിൻ്റെയും മറ്റേ കിഡ്സിൻ്റെയൊക്കെ കളക്ഷൻസ് വരുന്നത്. നമ്മൾ എന്താ പറയുക, പെൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല നല്ല ചെരുപ്പുകളുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ എടുക്കാൻ കൊതിയാവും. അത്രയും നല്ല കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണ് ജെൻസിൻ്റെ കളക്ഷൻസും വരുന്നത്. 3rd ഫ്ലോറിലാണ് ബാഗ് ഐറ്റംസും ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ കാക്കുവിന് ഒരു നോർമലായിട്ട് ഉപയോഗിക്കാൻ മുണ്ടാണ് കാര്യമായിട്ട് കാക്കു എടുക്കുക. പാൻറ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ മുണ്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ മഴയൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട്, ഷൂ ടൈപ്പ് ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ലേഡീസിന് നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് എടുക്കൽ. അപ്പോൾ അങ്ങനെ ഇതേപോലെ 3-4 ഇട്ട് നോക്കിയിട്ട് അതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. അവിടെ നിന്നൊക്കെ തിരിച്ചിറങ്ങിയപ്പോഴേക്കും മഴ ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായത് അജ്മൽ ബിസ്മിയിലേക്കായിരുന്നു. ബിസ്മിയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ബിസ്മി കയറിയത് എനിക്ക് 1-2 സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ബിസ്മിയിൽ നിന്ന് എടുത്തില്ല കേട്ടോ. ബിസ്മിയിൽ എന്താ പറയുക, കളക്ഷൻസൊക്കെ കുറവായിരുന്നു, തിരക്കും കുറവാണ്. എന്താ പറയുക, ആദ്യത്തെ അത്ര കളക്ഷൻസൊന്നും ഇപ്പോൾ ബിസ്മിയിലില്ല.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ബിസ്മിയിലേക്ക് കയറിപ്പോയി. കയറി വരുന്ന ടൈമിൽ തന്നെ ഫ്രണ്ടിൽ ഓഫറുള്ള സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഫുഡ് ഐറ്റംസിനാണ് മെയിനായിട്ട് ഇവിടെ ഓഫർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇതേപോലെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിങ്കിൾസിനൊക്കെ ഇതൊക്കെ ഓഫറിൽ ഇരിക്കുന്ന ഐറ്റംസുകളാണ് കേട്ടോ. ഇതൊക്കെ കുട്ടികളുണ്ടായിരുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ എല്ലാം എടുത്തിരുന്നു. അപ്പോൾ ഞാൻ കാക്കുവിനോട് ഇങ്ങനെ പറഞ്ഞേ, ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നേ ഇപ്പോൾ അതെല്ലാം എടുത്തിരുന്നു. അതേപോലെ ഞങ്ങൾ പോയത് എനിക്ക് 1-2 പാത്രങ്ങൾ വേണ്ടിയിരുന്നു കേട്ടോ. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കണം, ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ക്ലിയറിൽ നല്ല എന്താ പറയുക സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 പാത്രങ്ങളൊക്കെ വേണ്ടിയിരുന്നു. അത് നോക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ബിസ്മിയിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ പാത്രങ്ങളൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. ഇതെല്ലാം ഓഫറിലിരിക്കുന്ന പീസുകളാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, തവ പോലത്തെ പാത്രങ്ങൾ, ഫ്രൈ പാനുകൾ, അതെല്ലാം ഫ്രണ്ടിലുണ്ട്. ഇതൊക്കെ ഓഫറിലാണ് കേട്ടോ. ഒറിജിനൽ പ്രൈസ് 1000 സംതിങ് ഒക്കെയാണ്. അതൊക്കെ ഓഫർ പ്രൈസുകളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് എന്താ പറയുക, ഫുള്ള് ഈ ചില്ലിൻ്റെ സെക്ഷനാണ് കേട്ടോ. ജ്യൂസ് ഗ്ലാസ്, ചായ ഗ്ലാസ്, അതേപോലെ പുഡിങ്ങിൻ്റെ ട്രേ വരുന്ന അങ്ങനത്തെ സെക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് വെച്ചത്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. ഒരുപാട് നല്ല കളർഫുള്ളായിട്ടുള്ള മഗ്ഗുകളാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്താ പറയുക, നമ്മളെ ഡിന്നർ സെറ്റിൻ്റെ കളക്ഷനാണ്. എല്ലാം പഴയ മോഡലാണ്. പുതിയ മോഡലിലൊന്നും ഇവിടെ കാര്യമായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന ടൈപ്പ് ഡിന്നർ സെറ്റുകൾ തന്നെയാണ് മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് പാത്രങ്ങളൊന്നും ഇവിടുന്ന് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എല്ലാം ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇതൊക്കെ നോർമലായിട്ട് ഉപയോഗിക്കണം, നമ്മൾ ഡെയിലി തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങളാണ് എല്ലാം. ഇതൊക്കെ പ്ലാസ്റ്റിക്കാന്ന് തോന്നണം കേട്ടോ. പിന്നെ ഇത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിട്ടുള്ള സെക്ഷനാണ്. ഇത് കാണുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നല്ല ഫ്രൂട്ട്സിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഐറ്റം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു. ഇതിലും കുറേ ഓഫറുകൾ ഉണ്ടായിരുന്നു, കോംബോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. തിരിച്ചിറങ്ങുന്ന സമയത്ത് ബിസ്മിയുടെ മുന്നിൽ ഇതേപോലെ കോണിൻ്റെ ഒരു എന്താ പറയുക ഇതുണ്ടായിരുന്നു കേട്ടോ, മസാലയൊക്കെ വെച്ചിട്ടുണ്ടാക്കണ. അപ്പോൾ ഞങ്ങൾ മിക്സഡ് മസാലയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എന്താ പറയുക, പെപ്പറും ചാറ്റ് മസാലയും മറ്റേ സ്പൈസി കുറച്ചൊക്കെ ആയിട്ട് ഉള്ള ഒരു മസാലയായിരുന്നു. അപ്പോൾ അതൊരു എന്താ പറയുക സ്മോൾ പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വാങ്ങിച്ചാലൊന്നും ഞങ്ങൾ 2 പേരും ഇഷ്ടപ്പെട്ടിട്ടില്ലേ തിന്നൂല. അപ്പോൾ എന്ത് ചെയ്തു, ഒന്നുള്ളൂ വാങ്ങിച്ചത്. മിക്സഡ് മസാല ആയിരുന്നു കേട്ടോ. ബട്ടറൊക്കെ ഇട്ടിട്ടുള്ളത് കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് ചൂടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് ഞങ്ങൾ വണ്ടിയിൽ പോയിരുന്നിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ചൂടിൽ ഇങ്ങനെ കഴിക്കാൻ നല്ല എന്താ പറയുക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ബാംഗ്ലൂർ ജ്യൂസ് ആൻഡ് ഫുഡ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അതിലേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടുന്ന് എന്നിട്ട് ഞങ്ങൾ കാര്യമായിട്ട് ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ഇവിടുന്ന് കുടിക്കല. അടിപൊളി ജ്യൂസാണ്. എന്താ പറയുക, നല്ല ടേസ്റ്റുള്ള, നമ്മൾ കൊടുക്കണ പൈസക്ക് നല്ല വേർത്തായിട്ടുള്ള ഫുഡാണ് കേട്ടോ ഇവിടുന്ന് കിട്ടുക. നല്ല സർവീസാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ജ്യൂസ് അങ്ങനെ കുടിക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് കഴിക്കൽ. അപ്പോൾ ഞാനൊരു ടെൻഡറും കാക്കു ഒരു ബട്ടറും അതേപോലെ ഒരു കൊൽക്കട്ട റോളും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായത്. കൊൽക്കട്ട റോൾ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2 വാങ്ങിച്ചാലൊന്നും ഞങ്ങൾ കഴിക്കൂല. അപ്പോൾ 1 കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് മുൻപ് 2 പ്രാവശ്യം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയുടെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടാണ് ഇതുണ്ടാവുക. പൊറോട്ടയിൽ
എന്താ പറയുക നമ്മൾ ഓംലേറ്റ് അടിച്ചിട്ട് അതിൽ ചിക്കൻ്റെ ഒരു ഫില്ലിംഗ് ആയിട്ടാണ് ഇത് വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജ്യൂസും അടിപൊളിയായിരുന്നു. നല്ല തിക്കിൽ നല്ല അടിപൊളി ജ്യൂസായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അവിടുത്തെ എന്താ പറയുക സെയിൽസ്മാനോട് ഞാൻ ഇതിനെപ്പറ്റി ഇതിൻ്റെ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ദിവസം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വട്ടയിലൊന്ന് കഴിച്ച് നോക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു ഷോപ്പിൽ കയറി. ഇതൊരു എന്താ പറയുക ഒരു സാധാരണ ഒരു ഷോപ്പാണ് കേട്ടോ. ഒരുപാട് എന്താ പറയുക ലക്ഷറി ആയിട്ടുള്ള ഷോപ്പൊന്നുമല്ല. സാധാരണ ഒരു വീട്ടിലേക്ക് സാധനങ്ങൾ ഫർണിച്ചറൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അതിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വീട്ടിൽ എനിക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളും അതിൻ്റെ കൂടെ എന്താ പറയുക വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് പാത്രങ്ങളും ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഞങ്ങൾ മാരിബി ആവാനായിട്ടുണ്ടായിരുന്നു തിരിച്ച് എന്താ പറയുക പെരിന്തൽമണ്ണയിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടി ഇതിലിട്ട് കാണിച്ചു തന്നു കഴിഞ്ഞാൽ എന്താ പറയുക വീഡിയോ ഒരുപാട് ലോങ് ആയി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടായി ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റെന്താ പറയുക കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിലേക്ക് കാണാം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയണ പോലെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്താ പറയുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം. നിങ്ങൾക്കൊക്കെ എന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.